ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം 15. താഴെ ഹാളിൽ സോഫയിൽ ഗൗരവത്തോടെ ഇരിക്കുകയായിരുന്നു വിനോദ്. മാളുവിന്റെ നിറഞ്ഞ കണ്ണുകൾ ഓർമ്മ വരുന്തോറും മുകളിൽ പോയി അവളെ കണ്ടാലോ എന്നവൻ ഒരു വേള ചിന്തിച്ചു. ചിന്തകൾക്കൊടുവിൽ ഗായുവിനെ വെറുതെ പറ്റിച്ചതാണെന്ന് പറഞ്ഞ് അവളെ സ്നേഹിക്കാൻ അവന്റെ മനസ്സ് കൊതിച്ചു. അവൻ മുകളിലേക്കുള്ള പടികൾ കയറി. മോനെ വിനു. കുറച്ചു നേരമായി അവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മാറി നിൽക്കുകയായിരുന്ന കല്യാണി അവനെ സ്നേഹത്തോടെ വിളിച്ചു. വിനോദ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കല്യാണി അവനെ നോക്കി ചിരിച്ചു കൊടുത്തു. എന്താടി? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവന്റെ ആ വിളിയിൽ കല്യാണിയുടെ മുഖം വിളറി വെളുത്തു. അവർ പല്ലുകൾ ഇറുമി. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവരവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. അവൻ അവരെ തുറച്ചു നോക്കി. അവന്റെ ആ നോട്ടം കണ്ടപ്പോ കല്യാണിക്ക് ഭയം തോന്നി. എന്താ, നീ എന്തിനാ എന്നെ വിളിച്ചേ? വിനോദ് കലിയോടെ ചോദിച്ചു. അവന്റെ ആ ഭാവത്തിൽ അവർക്ക് ഭയം തോന്നിയെങ്കിലും അവരവനെ നോക്കി ചിരിച്ചു. ഞാൻ മോന്റെ അപ്പച്ചിയല്ലേ, എന്നെ എടീ നീന്നൊന്നും വിളിക്കരുത് വിനു, അവർ സ്നേഹം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വിളിക്കും, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അവൻ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. കല്യാണിക്ക് അപമാനം തോന്നിയെങ്കിലും അവൻ ഒരു ഭ്രാന്തനല്ലേ എന്നോർത്ത് അവർ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. ആ, എന്നാ അത് പോട്ടെ, അപ്പച്ചി മോനോട് വേറൊരു കാര്യം ചോദിക്കാനാ വിളിച്ചേ, അവർ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. എന്താ? അവനിൽ ദേഷ്യം തന്നെയായിരുന്നു. അത് മോൻ എങ്ങോട്ടാ പോണേ? ഇപ്പോ താഴോട്ട് വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും വീണ്ടും എങ്ങോട്ടാ പോണേ? അല്ല, ഗായത്രി എവിടെ? അവർ സംശയത്തോടെ ചോദിച്ചു. ഞാനും ഗായും പിണക്കത്തിലാ. ഗായു നേരത്തെ എന്നെ ദേഷ്യത്തോടെ നോക്കി, അതിന് ഞാൻ അവളോട് പിണങ്ങി, അവൻ സങ്കടത്തോടെ പറഞ്ഞു. കല്യാണിയുടെ മുഖം വിടർന്നു. അവരിൽ കുടിലത നിറഞ്ഞു. അവരവനെ നോക്കി പുച്ഛിച്ചു. അയ്യോ, അവള് മോനോട് പിണങ്ങിയോ? അല്ലെങ്കിലും മോന്റെ ഗായു ആയിരുന്നെങ്കിൽ അവള് മോനോട് പിണങ്ങില്ലായിരുന്നല്ലോ. ഇത് മോന്റെ ഗായു അല്ലല്ലോ, ഏതോ പട്ടിക്കാട്ടിൽ കിടന്ന പിച്ചക്കാരിയല്ലേ, അവർ പുച്ഛത്തോടെ പറഞ്ഞു. വിനോദിന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ കല്യാണിയുടെ കഴുത്തിൽ പിടിമുറുക്കി. നീ എന്താ പറഞ്ഞേ? അതെന്റെ ഗായു അല്ലാന്നോ? കൊല്ലും ഞാൻ നിന്നെ. എന്തിനാ നീ നുണ പറയുന്നേ? കൊല്ലും ഞാൻ, അവൻ പറഞ്ഞുകൊണ്ട് അവരുടെ കഴുത്തിൽ ഒന്നുകൂടി മുറുക്കി. അവരുടെ കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞു. വീട്ടിലേക്ക് പോയ ഗൗരി കല്യാണിയെ വിളിക്കാൻ വേണ്ടി അപ്പോഴാണ് അങ്ങോട്ട് വന്നത്. ഹാളിലേക്ക് കയറി അവിടെ കണ്ട കാഴ്ചയിൽ ഗൗരി ഞെട്ടലോടെ നിന്നു. അവള് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിൽ അമർത്തിക്കടിച്ചു. വിനോദ് വേദനയോടെ ശബ്ദമുണ്ടാക്കി കല്യാണിയുടെ കഴുത്തിൽ നിന്നും കൈയെടുത്തു. ഗൗരി വേഗം കല്യാണിയുടെ കഴുത്തിലും നെഞ്ചിലുമായി ഒഴിഞ്ഞുകൊടുത്തു. അവർക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അവൾ വേഗം പോയി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുത്ത് അവരെക്കൊണ്ട് കുടിപ്പിച്ചു. കുറച്ചു സമയത്തിന് ശേഷം കല്യാണി ആശ്വാസത്തോടെ ശ്വാസം വിട്ടുകൊണ്ട് ഗൗരിയെ നോക്കി. ഗൗരി അവരുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന പാടിലേക്ക് പേടിയോടെ നോക്കി. അപ്പോഴാണ് അവൾക്ക് വിനോദിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഗൗരി പേടിയോടെ അവനെ തിരിഞ്ഞു നോക്കി. അവൾ നോക്കിയ അതേ സമയം തന്നെ ശക്തമായി എന്തോ വന്ന് അവളുടെ കവിളിൽ ആഞ്ഞു പതിച്ചിരുന്നു. ഗൗരിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. കണ്ണുകൾ രക്തവർണമായി അവളെ നോക്കി പല്ലുകൾ കടിച്ച് ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു വിനോദ്. അപ്പോൾ അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം കാണെ ഗൗരിയുടെ ഉടൽ വിറച്ചുപോയി. ഭ്രാന്തൻ, അവളുടെ ചുണ്ടുകൾ പേടിയോടെ മുഴിഞ്ഞു. അവനിൽ നിന്നും കുറച്ചു മാസങ്ങളായി കാണാതിരുന്ന അതേ ഭ്രാന്തുമായി അവൻ അവളുടെ കവിളിൽ വീണ്ടും ആഞ്ഞടിച്ചു. അയ്യോ, എന്റെ മോളെ! കല്യാണി കരഞ്ഞുകൊണ്ട് അവളെ അവന്റെ മുന്നിൽ നിന്നും മാറ്റി പൊതിഞ്ഞു പിടിച്ചു. അവളുടെ ചുണ്ടുപൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. ഗൗരി പേടിയോടെ അവരുടെ മാറിൽ പതുങ്ങിക്കൊണ്ട് അവനെ നോക്കി. ഹാളിൽ നിന്നുമുള്ള ശബ്ദം കേട്ടുകൊണ്ട് ദേവികയും സുമതിയും അടുക്കളയിൽ നിന്നും അങ്ങോട്ടേക്ക് ഓടി വന്നു. ഹരിയും ചിന്നുവും പവിത്രയും രാജനും അപ്പോഴേക്കും വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ദേവിക കല്യാണിയുടെയും ഗൗരിയുടെയും അടുത്തേക്ക് പോയി നിന്നു. മുന്നോട്ട് നോക്കിയ അവർ വിനോദിനെ കണ്ട് പേടിയോടെ നിന്നു. പെട്ടെന്ന് ബോധം വന്നതുപോലെ അവരവന്റെ അടുത്തേക്ക് പോയി അവന്റെ കവിളിൽ തൊട്ടു. അവൻ ദേഷ്യത്തോടെ ആ കൈ തട്ടിമാറ്റി. ദേവിക പേടിയോടെ അവനെ നോക്കി. വിനോദ് ഗൗരിയുടെ അടുത്തേക്ക് പതിയെ ചുവട് വെച്ചു. കല്യാണിയും ഗൗരിയും അവന്റെ ആ ഭാവം കണ്ട് ശരിക്കും ഭയന്നു പോയിരുന്നു. ഗായത്രി മരിച്ച സമയത്തായിരുന്നു അവന്റെ മുഖത്ത് ഇത്രയും പൈശാചികത നിറഞ്ഞു നിന്നിരുന്നതെന്ന് അവർ ഭയത്തോടെ ഓർത്തു. ഗൗരി കല്യാണിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി നിന്ന് വിറച്ചു. മോനെ ഉണ്ണി, എന്താ മോനെ? അമ്മയുടെ കുട്ടിക്ക് എന്താ പറ്റിയ പെട്ടെന്ന്? ദേവിക കരഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വിനോദ് ദേഷ്യത്തോടെ അവരെ തുറച്ചു നോക്കി. ദേവികയുടെ ഉടൽ വിറച്ചു. മനസ്സ് നൊന്തു. എന്റെ കുട്ടിക്ക് വീണ്ടും വയ്യാതായല്ലോ എന്റെ ദേവി. എന്തിനാ എനിക്ക് വേദന തരുന്നേ? ഒന്നും കാണാൻ നിർത്താതെ ചന്ദ്രേട്ടൻ പോയതിന്റെ ഒപ്പം എന്നെ കൊണ്ടുപോക്കൂടായിരുന്നോ? എനിക്കിത് കാണാൻ വയ്യ എന്റെ ഉണ്ണി, അവർ മുകളിലേക്ക് നോക്കി വേദനയോടെ പറഞ്ഞു. വിനോദ് കല്യാണിയുടെ മുന്നിൽ വന്നു നിന്ന് ഗൗരിയെ അവരിൽ നിന്നും അകറ്റി നിർത്തി. രണ്ടാളും ഭയത്തോടെ അവനെ നോക്കി. അമ്മേ! ഗൗരി പേടിയോടെ കരഞ്ഞുകൊണ്ട് കല്യാണിയെ വിളിച്ചു.
കല്യാണിക്കും ഭയം കാരണം കണ്ണു നിറയാൻ തുടങ്ങിയിരുന്നു. വിനോദിന്റെ ദേഷ്യം മുഴുവൻ അവന്റെ കണ്ണുകളിൽ കാണുന്നുണ്ടായിരുന്നു. എന്റെ ഗായു അല്ലാതെങ്കി എന്റെ ഗായു എവിടെ? നീ പറഞ്ഞാ മതി. അവൻ ഗൗരിക്ക് നേരെ വിരല് ചൂണ്ടി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവന്റെ ആ ശബ്ദത്തിൽ ദേവിക അടക്കം എല്ലാവരും ഭയന്നു വിറച്ചു. വിനോദിന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് മാളു താഴേക്ക് വന്നത്. കണ്ട കാഴ്ചയിൽ അവൾ ഭയത്തോടെ ഒരടി പുറകിലേക്ക് നിന്നു. ആദ്യമായി കാണുന്ന, എല്ലാവരും പറഞ്ഞറിവുള്ള വിനോദിലെ ഭ്രാന്തനെ മാളവിക ആദ്യമായി കണ്ടു. ആ കുഞ്ഞുടൽ വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. അവൾ തളർച്ചയോടെ നിലത്തേക്കിരുന്നു. പറയടി, എന്റെ ഗായു പിന്നെ എവിടെ? അവൻ അവൾക്ക് നേരെ ആക്രോശിച്ചു. അവൾ ദയനീയമായി കല്യാണിയെ നോക്കി. അവരെന്നാൽ വിനോദിന്റെ ദേഷ്യം കണ്ട് അവൻ ഇനിയും ഉപദ്രവിക്കുമോ എന്ന ഭയത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു. അത് വിനോട്ടാ, മോനെ ഉണ്ണി. ഗൗരി വിനോദിനോടുള്ള പേടി കൊണ്ട് സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് ദേവികയ്ക്ക് തോന്നിയപ്പോൾ അവർ പെട്ടെന്ന് അവനെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തായി വന്നു നിന്നു. വിനോദ് കണ്ണുകൾ ഇറുക്കി അടച്ച് കൈമുഷ്ടി ചുരുട്ടി. മോനെ മാറി നിൽക്ക്. അതൊരു അലർച്ചയായിരുന്നു. മാളു അടക്കം എല്ലാവരും അവന്റെ ശബ്ദത്തിൽ വിറച്ചുപോയി. മാളു അവിടെ നിന്നും എഴുന്നേറ്റു. അവളുടെ മുന്നിലാണ് അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്തിന്റെ ഒരു ഭാഗം മാത്രമേ അവൾക്ക് കാണുന്നുള്ളൂ. എന്തായിരിക്കും ആ കണ്ണുകളിലെ ഭാവം ഇപ്പോ? അതോർക്കെ മാളുവിന് പേടികൊണ്ട് ശരീരം വിറച്ചു. മോനെ ഉണ്ണി. ദേവിക ദയനീയമായി അവനെ ഒന്നുകൂടി വിളിച്ചു. പല്ല് കടിച്ചുകൊണ്ട് വിനോദ് ദേവികയെ തുറച്ചു നോക്കി. അവർക്ക് ഭയത്തേക്കാൾ കൂടുതലായി വേദനയാണ് തോന്നിയത്. അവരവനിൽ നിന്നും അകന്നു നിന്നു. ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എൻ്റെ കുട്ടിക്ക്. ഇതിനു വേണ്ടി എന്താ ഇപ്പൊ ഇവിടെ നടന്നിട്ടുണ്ടാവുക? അവർ ആകുലതയോടെ ചിന്തിച്ചു. വിനോദ് ഗൗരിയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. പറയ്, ഇവിടെയുള്ളത് എന്റെ ഗായു അല്ലെന്നല്ലേ ഇവള് പറഞ്ഞേ? അപ്പോ എന്റെ ഗായു അവിടെ? അവൻ വേദനയോടെ അവളുടെ കവിളിൽ ഒന്നുകൂടി അമർത്തിക്കൊണ്ട് കല്യാണിയെ നോക്കി ഗൗരിയോട് ദേഷ്യത്തിൽ ചോദിച്ച് അവളുടെ കവിളിൽ നിന്നും പിടിവിട്ടു. മോനെ വിനു. കല്യാണി ഭയത്തോടെയെങ്കിലും അവനെ വിളിച്ചു. നിനക്ക് കിട്ടിയത് പോരെ, ഇനിയും വേണോ? അവൻ അവർക്ക് നേരെ മുരണ്ടു. അവർ പേടിയോടെ ഉമിനീരിറക്കിക്കൊണ്ട് വേണ്ട എന്ന പോലെ തലയാട്ടി മാറി നിന്നു. അവന്റെ നോട്ടം വീണ്ടും ഗൗരിയിലായി വന്നു നിന്നു. അവൾ അവനെ നോക്കി ഭയത്തോടെ നിൽക്കുന്നുണ്ട്. അത് വിനോട്ടാ, ഗായത്രി മരിച്ചുപോയി. വിനോട്ടിന് ഓർമ്മയില്ലേ? അന്ന് ആക്സിഡന്റിൽ കാറ് ഗൗരി പറഞ്ഞു മുഴുവനാക്കും മുൻപ് വിനോദിന്റെ കൈ വീണ്ടും അവളിൽ ഉയർന്നു താഴ്ന്നു. മാളു നടുങ്ങിപ്പോയി. ഗൗരിക്ക് അവളുടെ കവിള് അടർന്നു പോയതുപോലെ തോന്നി. അവളുടെ കണ്ണുകൾ പെയ്തു. വിനോദിന്റെ കൈകൾ അവളുടെ മുടിയിൽ ബലത്തോടെ അമർന്നു. ആ! ഗൗരി നിലവിളിച്ചു പോയി. എന്താ നീ പറഞ്ഞേ? എന്റെ ഗായു മരിച്ചുപോയിന്നോ? എന്താന്ന്? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിൽ ഒന്നുകൂടി ശക്തമായി പിടിച്ചു. തലയോട്ടി പറഞ്ഞു പോരുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ വേദന കൊണ്ട് ഉറക്കെ കരഞ്ഞു. ഏത് നശിച്ച നിമിഷമാണ് അവനോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയതെന്ന് അവൾ അപ്പോഴും ഓർത്തു കരഞ്ഞു. മോനെ വിനു, ഒന്നും ചെയ്യല്ലടാ എൻ്റെ മോളെ. അവള് വെറുതെ പറഞ്ഞതാ. നിന്റെ ഗായു നിന്റെ അടുത്ത് തന്നെ ഇല്ലേ? നിനക്കറിയില്ല അത്? നീയല്ലേ കുറച്ചു ദിവസം മുന്നേ അവളെ വിവാഹം കഴിച്ചേ? ഗൗരി നുണ പറഞ്ഞതാ. ഞാനും വെറുതെ പറഞ്ഞതാ മോനെ. അത് ഗായത്രി തന്നെയാ. ഒന്നും ചെയ്യല്ല മോനെ അവളെ. കല്യാണി പറഞ്ഞുകൊണ്ട് അവന്റെ കാലിലേക്ക് വീണു. അവരുടെ കണ്ണുനീർ അവന്റെ കാലിൽ വീണുടഞ്ഞു. ആണോ? നീ നുണ പറഞ്ഞതാണോ? വിനോദ് ദേഷ്യത്തോടെ ഗൗരിയെ നോക്കി ചോദിച്ചു. ഗൗരി കരഞ്ഞുകൊണ്ട് ദേവികയും കല്യാണിയെ നോക്കി. ദേവികയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിരുന്നു. എന്റെ കുട്ടിയെ ഈ അവസ്ഥയിൽ നോവിച്ച് മതിയായില്ലേ നിങ്ങൾക്ക്? അവർ സങ്കടത്തോടെ അവരോട് ചോദിച്ചു. കല്യാണി ഞെട്ടലോടെ വിനോദിന്റെ കാലിൽ നിന്നും എഴുന്നേറ്റ് ദേവികയെ നോക്കി. ദേവികയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. മാളു നിർവികാരതയോടെ അവരെ നോക്കി നിന്നു. പറയേ, നീ നുണ പറഞ്ഞതാണോ? ഇപ്രാവശ്യം അവന്റെ കണ്ണുകൾ ഒന്നുകൂടി രക്തവർണമായിരുന്നു. എവിടെയൊക്കെയോ ആ പഴയ വിനോദിനെ കാണുന്നത് പോലെ. അവൾ അവന്റെ കണ്ണിലേക്ക് മിഴിച്ചു നോക്കി. അതെ, നുണ പറഞ്ഞതാ ഞാൻ. വിനോദിനെ ദേഷ്യം പിടിപ്പിക്കാൻ. വിനോദിന്റെ ഗായി തന്നെയാ ഇവിടെ ഉള്ളേ. അവൾ വിക്കലോടെ പറഞ്ഞു മുഴുവനാക്കിയതും വിനോദ് ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ദേഷ്യത്തോടെ അവളുടെ നെറ്റി ശക്തമായി ചുമരിലിടിച്ചു. നെറ്റിയിൽ നിന്നും രക്തം മുഖത്തേക്ക് ഒഴുകി. ഗൗരി ഉറക്കെ നിലവിളിച്ചുപോയി. എല്ലാവരും ഒരു നിമിഷം നടുങ്ങിപ്പോയിരുന്നു. മാളു വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ ഉണ്ണിയേട്ടനെ നോക്കി നിന്നു. ഇനി നുണ പറയോ നീ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ തല ഊക്കോടെ ചുമലിടിക്കാൻ തുടങ്ങുന്നതിനു മുന്നേ കാറ്റുപോലെ എന്തോ ഒന്ന് വന്ന് അവനെ പുറകിൽ നിന്നും ഇറുക്കി പുണർന്നിരുന്നു. വിനോദിന്റെ ശരീരം വിറച്ചു. മാളുവിന് ഭയം തോന്നുന്നുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ ഉപരി തന്നോട് ഇത്രയും സമയം കൊഞ്ചിക്കൊണ്ട് സംസാരിച്ചിരുന്ന അവളുടെ ഉണ്ണിയേട്ടൻ മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ. അവന്റെ ഈ രൗദ്രഭാവത്തിൽ അവൾക്ക് ഭയത്തോടൊപ്പം വേദനയും തോന്നിയിരുന്നു. വിനോദിന്റെ കൈകൾ നിശ്ചലമായി. അവന്റെ കൈ ഗൗരിയുടെ മുടിയിൽ നിന്നും പിടിവിട്ട നിമിഷം അവൾ ഭാരമില്ലാത്തതുപോലെ നിലത്തേക്ക് കുഴഞ്ഞു വീണു.
അയ്യോ എൻ്റെ മോളെ! കല്യാണി കരഞ്ഞുകൊണ്ട് അവളെ വന്ന് താങ്ങി പിടിച്ചു. സുമതിക്ക് വിനോദിന്റെ അടുത്തേക്ക് പോവാൻ ഭയം തോന്നിയിരുന്നെങ്കിലും അവർ കല്യാണിക്കൊപ്പം ചേർന്ന് ഗൗരിയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് സോഫയിൽ കൊണ്ടുവന്നിരുത്തി. വിനോദ് അങ്ങനെ തന്നെ നിന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൻ പുറകിലേക്ക് കൈനീട്ടി മാളുവിനെ മുന്നിലേക്ക് വലിച്ചു. അവൾ വീഴാൻ പോകുന്നതിനു മുന്നേ വിനോദ് അവളെ അരയിലൂടെ കൈയിട്ട് താങ്ങി പിടിച്ചിരുന്നു. മാളു പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖം ഇപ്പോഴാണ് അവൾ പൂർണ്ണമായും കാണുന്നത്. അവൾക്ക് ഭയം തോന്നി. ഇതെന്റെ ഉണ്ണിയേട്ടനല്ല, ഉണ്ണിയേട്ടനെ പോലെ മറ്റാരോ. അവൾ മനസ്സിൽ പലവുരി പേടിയോടെ ഉരുവിട്ടു. അവളുടെ ശരീരം വിറച്ചു. കണ്ണുകൾ അപ്പോഴും നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ണിയേട്ടാ! അവൾ പേടിയോടെ അവനെ വിളിച്ചു. വിനോദിന്റെ നോട്ടം ഒരു വേള അവളുടെ കണ്ണിൽ കുടുങ്ങിക്കിടന്നു. അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഭയമാണ്. മാളു അവനെ നോക്കി ഉമിനീരിറക്കി. ഉണ്ണിയേട്ടാ! അവൾ വീണ്ടും വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് വിനോദിന്റെ ചുണ്ടുകൾ അവളുടെ വിതുമ്പുന്ന ചുണ്ടുകളെ മുഴുവനായി സ്വന്തമാക്കിയിരുന്നു. മാളു പകച്ചുപോയി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ദേവികയും സുമതിയും പിന്നെ ഗൗരിയെ ചേർത്ത് പിടിച്ച് വെള്ളം കൊടുക്കുകയായിരുന്ന കല്യാണിയും ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ അവരെ മിഴിച്ചു നോക്കി. മാളുവിന്റെ കൈകൾ അവന്റെ തോളിൽ അമർന്നു. വിനോദ് അപ്പോഴേക്കും അവളുടെ ചുണ്ടുകളെ ഒന്നാകെ നുണഞ്ഞു തുടങ്ങിയിരുന്നു. തുടരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സ്റ്റോറി കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.